കേരളത്തിലെ പരിസ്ഥിതി ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട ഒന്നായിരുന്നു വരട്ടാർ പുനരുജ്ജീവനം. പമ്പ നദിയുടെയും മണിമലയാറിന്റെയും ഇടയിലുള്ള 9 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു പ്രകൃതിദത്ത കൈവഴിയെ ജനകീയ പങ്കാളിത്തത്തോടെ വീണ്ടെടുത്തത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അതേ വരട്ടാർ അഴിമതിയുടെയും മണൽക്കൊള്ളയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. തിരുവല്ല, ചെങ്ങന്നൂർ, ആറന്മുള എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളുടെ അതിരിട്ടൊഴുകുന്ന ഈ ജലാശയം ഇന്ന് ഭരണപരാജയത്തിന് നേർസാക്ഷ്യമാണ്. ദശാബ്ദങ്ങളായി കയ്യേറ്റങ്ങളും മണ്ണിടിയലും കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വരട്ടാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഹരിത കേരളം മിഷന്റെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ ഒരേ മനസ്സോടെ കൈക്കുട്ടുമായി പുഴയിലിറങ്ങിയ കാഴ്ച കേരളം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. സജി ചെറിയാൻ, വീണ ജോർജ്, മാത്യു ടി തോമസ് എന്നീ 3 ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പ്രവർത്തനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വോട്ട് ബാങ്കായി മാറുകയും ചെയ്തു. എന്നാൽ 5 വർഷത്തിനപ്പുറം ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുന്നു. വരട്ടാറിലെയും ആദി പമ്പയിലെയും പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്നത് വൻതോതിലുള്ള മണൽ ഖനനമാണെന്ന ആരോപണം ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇന്ന് അറിവിലുള്ളത്. നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ പുനഃസ്ഥാപിക്കുന്നതിന് പകരം മണൽ വാരുന്നതിലാണ് അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മണൽ ഖനനത്തിനായുള്ള യന്ത്രങ്ങൾ എത്തിക്കാൻ പുഴയുടെ തീരങ്ങൾ ഇടിച്ചു നിരത്തി. ഇത് കാലങ്ങളായി അവിടെ നിന്നിരുന്ന 100ഓളം വൻ വൃക്ഷങ്ങളുടെ നാശത്തിന് കാരണമായി. നദീതീരത്തെ ആവാസ വ്യവസ്ഥ ഇതോടെ പൂർണ്ണമായും തകർന്നു. മണൽ അരിച്ചെടുക്കുന്നതിനായി നദിയുടെ 3 ഇടങ്ങളിൽ തടയണകൾ നിർമ്മിച്ചു. മണൽ വാരിയെടുത്ത ശേഷം അവശേഷിക്കുന്ന ചെളി പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിട്ടു. ഇത് നദിയുടെ മണൽപ്പുറ്റുകൾ രൂപപ്പെടാനും കാട് വളർന്ന പുഴ വീണ്ടും കരയായി മാറാനും കാരണമായി. പുഴയുടെ ആഴം അശാസ്ത്രീയമായി വർദ്ധിക്കുകയും സ്വാഭാവിക അടിയൊഴുക്കുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റാൻ തുടങ്ങി. വേനൽക്കാലത്ത് വരട്ടാർ തീരത്ത് അനുഭവപ്പെടുന്ന കടുത്ത ജലക്ഷാമം ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെ തെളിവാണ്. സർക്കാർ ഖജനാവിലേക്ക് വലിയ തുക വരുമാനമായി എത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് മണൽ ഖനനത്തിന് അനുമതി നൽകിയത്. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് സർക്കാരിന് വലിയ നഷ്ടം ഉണ്ടാക്കിയ ഒരു ഇടപാടാണെന്ന് വ്യക്തമാകും. ഒന്നാം ഘട്ടത്തിൽ മണൽ റോയൽറ്റിനായി സർക്കാരിന് ലഭിച്ചത് വെറും 1.30 കോടി രൂപ മാത്രമാണ്. എന്നാൽ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ മണലിന്റെ വിപണി വില ഇതിന്റെ 10 ഇരട്ടിയോളമാണ്. പാസില്ലാതെ മണൽ കടത്താൻ ഇടനിലക്കാർക്ക് ഭരണകൂടം ഒത്താശ ചെയ്തുവെന്ന് നാട്ടുകാർ പരസ്യമായി ആരോപിക്കുന്നു. മണൽ വാരുന്ന കരാറുകാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് കൈപ്പറ്റിയെന്ന ആരോപണം ഈ വിഷയത്തിൽ രാഷ്ട്രീയ മൗനത്തിന് കാരണമായിട്ടുണ്ട്. എല്ലാം സുതാര്യമാക്കുമെന്ന് വാഗ്ദാനം നൽകി ഇറിഗേഷൻ വകുപ്പ് മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിൽ വലിയ വിമുഖതയാണ് കാണിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന അപേക്ഷകൾ മാസങ്ങളോളം വൈകിപ്പിക്കുകയും നൽകുന്ന മറുപടികൾ അവ്യക്തമാക്കുകയും ചെയ്യുന്നു. നദീതീരത്ത് നടന്ന നിയമലംഘനങ്ങൾ മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിൽ. വരട്ടാർ പുനർജീവനത്തിന്റെ ഭാഗമായി ആദ്യം ചെയ്തത് റോഡായി മാറിയിരുന്ന വരട്ടാർ ചപ്പാത്ത് പൊളിച്ചു മാറ്റുക എന്നതായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ ഒരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർമ്മിച്ച മറ്റു 3 പാലങ്ങളാകട്ടെ വെള്ളപ്പൊക്ക സാധ്യതകളോ നദിയുടെ ഒഴുക്കോ പരിഗണിക്കാതെ താഴ്ന്ന നിലയിലാണ് പണിതിരിക്കുന്നത്. ഇത് മഴക്കാലത്ത് വലിയ അപകട ഭീഷണിയും ഉയർത്തുന്നു. ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ആദിപമ്പയിൽ നടന്നിരുന്ന ആഘോഷങ്ങൾ കഴിഞ്ഞ 4 വർഷമായി നിലച്ചിരിക്കുകയാണ്. ജലനിരപ്പിലെ വ്യതിയാനവും ചെളി നിറഞ്ഞ അവസ്ഥയും ഇതിന് കാരണമായി. വരട്ടാറിൽ പറ്റിയ അതേ തന്ത്രം ഇപ്പോൾ കൂറ്റൂർ മണിമലയാറ്റിലും തുടരുകയാണ്. തൊണ്ടറപ്പാലത്തിന് ചുവട്ടിൽ നിന്ന് വ്യാപകമായി മണ്ണ് വാരുന്നത് പാലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ഈ മണ്ണ് ഒരു പ്രമുഖ പ്രവാസി വ്യവസായിയുടെ പുരയിടത്തിലാണ് നിക്ഷേപിക്കുന്നത്. വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് നിയമലംഘനം കണ്ടെത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് മണൽ മാഫിയയുടെ സ്വാധീനം എത്രത്തോളമാണെന്നും വ്യക്തമാകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരട്ടാർ വികസനം വലിയ പ്രചാരണ വിഷയമായിരുന്നു. എന്നാൽ ഇത്തവണ അതേ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി പ്രതിനിധികൾ വരട്ടാർ എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ ഭയക്കുന്നു. മുൻ മന്ത്രി ജി സുധാകരൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പുകിലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ തന്നെ മണൽ മാഫിയായി മാറുന്നുവെന്ന ഗൗരവകരമായ ആരോപണമാണ് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവിൽ നിന്ന് തന്നെ ഉണ്ടായത്. ദേശീയപാത വികസനത്തിന് കളിമണ്ണും പച്ചമണ്ണും ആവശ്യമായിരുന്ന ഘട്ടത്തിൽ വരട്ടാറിലെ മണ്ണ് ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഖജനാവിന് വലിയ ലാഭം ലഭിക്കുമായിരുന്നു. എന്നാൽ അതിന് പകരം മണൽ മാത്രം ഊറ്റിയെടുത്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ പരിസ്ഥിതിയും സർക്കാരിനെയും വഞ്ചിക്കുകയാണ് ഉണ്ടായത്. വരട്ടാർ പുനരുജ്ജീവനം ഇന്ന് ഒരു ദുരന്ത കഥയായി മാറിക്കഴിഞ്ഞു. ജനകീയ കൂട്ടായ്മകളെ എങ്ങനെ അഴിമതിക്കും മാഫിയ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം എന്നതിന്റെ ഉദാഹരണമായി ഇത് മാറി. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഫോട്ടോഷൂട്ടുകൾക്കോ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കോ ഉള്ളതല്ല, മറിച്ച് വരും തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ളതാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വരട്ടാറിന്റെ ഇന്നത്തെ അവസ്ഥയോട് ഉത്തരവാദികളായ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യതയുമുണ്ട്. ചെങ്ങന്നൂർ, തിരുവല്ല, ആറന്മുള എന്നീ 3 മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് മുന്നിൽ വരട്ടാർ എന്നൊരു ചോദ്യചിഹ്നമാണ്. നദിയെ കൊന്ന് മണൽ വാരിയവർക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പമ്പയുടെയും മണിമലയാറിന്റെയും ഈ പ്രിയപ്പെട്ട തോട് വീണ്ടും പഴയ പ്രതാപത്തോടെ ഒഴുകണമെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ചുള്ള യഥാർത്ഥ പുനരുജ്ജീവന പ്രവർത്തനങ്ങളാണ് ആവശ്യം.